തമീം ഗോത്രക്കാരുടെ നിവേദക സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നപ്പോൾ ആ നിവേദക സംഘത്തിൽ ആരെയാണ് നേതാവായി നിശ്ചയിക്കേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമായി. ആർക്കിടയിലാണ് തർക്കം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനും ഇടയിലാണ് തർക്കം. തർക്കിച്ച് അല്പം ശബ്ദം കൂടിപ്പോയി. നമ്മളൊക്കെ തർക്കിക്കുമ്പോൾ ശബ്ദം കൂടാറുണ്ടല്ലോ, സ്വാഭാവികമായും അങ്ങനെയാവാം. ശബ്ദം കൂടിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ശബ്ദം കൂട്ടി സംസാരിച്ചു. അവിടെയാണ് ഖുർആൻ വചനം ഇറങ്ങുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ വചനം ഇറങ്ങിക്കൊണ്ട് തിരുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി, പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ഒരിക്കലും നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോവാൻ പാടില്ല. അത് മര്യാദക്കേടാണ്. റസൂലിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോവാൻ പാടില്ലെന്ന് മാത്രമല്ല, വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾ ഒച്ച കൂട്ടി സംസാരിക്കാൻ പാടില്ല, ശബ്ദം കൂട്ടി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കെ സംസാരിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾ മര്യാദയില്ലാതെ സംസാരിക്കാൻ പാടില്ല. അങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമലുകൾ ബാത്തിലായി പോകുന്നതാണ്. നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോയത് ശരിയായില്ല, ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ വചനമിറങ്ങി. സഹോദരങ്ങളെ, സ്വകാര്യ സംഭാഷണം നടത്താൻ വേണ്ടി വന്ന ഒരാളെ പോലെയായിരുന്നു പിന്നീട് അങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംസാരം. ഒരു തർക്കത്തിന്റെ പേരിലാണ് അന്ന് ശബ്ദം ഉയർന്നത്. പക്ഷേ ഈ വചനം ഇറങ്ങിയതിന് ശേഷം റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ സംസാരിക്കുകയാണെങ്കിൽ വളരെ പതിയ സ്വരത്തിൽ, അത് എത്ര വലിയ കാര്യമാണെങ്കിലും സ്വകാര്യ സംഭാഷണം നടത്താൻ വേണ്ടി വന്ന ആളെ പോലെയായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംസാരിച്ചിരുന്നത്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് കീഴ്പ്പെട്ടത്.